മലയാളത്തിലെ മിനി സ്ക്രീൻ താരങ്ങളോടെല്ലാം ആരാധകർക്ക് വലിയ സ്നേഹമാണ്. നമ്മുടെ വീട്ടിലെ ഒരാളെപ്പോലെ തന്നെയാണ് എല്ലാവരും ഈ ആരാധകരെല്ലാവരും തന്നെ സീരിയൽ താരങ്ങളെ കാണുന്നത്. സിനിമാ താരങ്ങളോടുള്ളതിനേക്കാൾ ഒരു പടി ഇഷ്ടം ഈ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഈ സീരിയൽ താരങ്ങളോടുണ്ട്. പ്രത്യേകിച്ചും നായകമാരോടും നടന്മാരോടുമെല്ലാം. അമ്മായിയമ്മ പോരെടുക്കുന്ന നടിയാണെങ്കിൽ അതേപോലെ തന്നെ റോഡിൽ വെച്ച് കണ്ടാലും മലയാളി പ്രേക്ഷകർ അവരോട് കാണിക്കാറുമുണ്ട്. മലയാളി മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട താരം ഒരുപക്ഷെ ബീന ആന്റണി ആണെന്ന് വേണമെങ്കിൽ പറയാം. മൗനരാഗം എന്ന സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ 5-6 വർഷമായി വില്ലത്തി പരിവേഷത്തിലായിരുന്നു നടി. തുടക്കം തന്നെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാം തന്നെ ഒരു വില്ലത്തി തന്നെയാണ് ബീന ആന്റണി. മൗനരാഗത്തിലെ കാസ്റ്റിംഗിൽ ഏറ്റവും മികച്ച ഒരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു ബീന ആന്റണിയുടേത്. ഒന്ന് രണ്ട് സിനിമകളിൽ അല്ലെങ്കിൽ കുറച്ച് സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഒരു വലിയ റോളിലൊന്നും ബീന ആന്റണി ഇതുവരെയും എത്തിയിട്ടില്ല. ബീന ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. കാരണം പല താരങ്ങളും ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലേക്കും മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും എത്തിയിട്ടുണ്ട്. നമ്മുടെ മിയ ജോർജ് ഉൾപ്പെടെ മിനി സ്ക്രീനിൽ നിന്നാണ് ബിഗ് സ്ക്രീനിൽ നായികയായിട്ട് എത്തിയത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സ്വാസ്തിക സീത എന്ന സീരിയലിൽ അടിപൊളി അഭിനയം കാഴ്ചവെച്ചതിന് ശേഷമാണല്ലോ സ്വാസിക ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അറിയപ്പെടുന്ന നായികയായിട്ട് മാറിയത്. എത്രയെത്ര മനോഹരമായ റോളുകളാണ് സ്വാസിക ഇതിനകം തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അതേവഴി തന്നെ പിന്തുടരുകയാണ് ബീന ആന്റണിയും. ചിദംബരത്തിന്റെയും ഗണപതിയുടെയും അമ്മയായി അഭിനയിച്ച ബാലനിലൂടെ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ബീന ആന്റണി. മൗനരാഗം അവസാനിച്ച ശേഷമാണ് ബീന ആന്റണിയെ തേടി ഈ സൗഭാഗ്യം വന്നെത്തിയത്. എന്താണെങ്കിലും മൗനരാഗം എന്ന സീരിയലിൽ ഈ നെഗറ്റീവ് റോളിലെത്തിയ ബീന ആന്റണിക്ക് ഇനി മുന്നോട്ട് സിനിമയിൽ നിന്നും ധാരാളം റോളുകൾ എത്തട്ടെ, ധാരാളം വേഷങ്ങൾ എത്തട്ടെ എന്നാണ് ആരാധകരും പറയുന്നത്. മലയാള ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളെക്കുറിച്ച് പ്രധാനമായും ഉയരുന്ന പരാതി വിനോദം എന്നതിനപ്പുറം സീരിയലുകളും അതിലെ ടോക്സിക് സീനുകളും ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല സീരിയലിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് അഭിനയിക്കുന്നതിന് എതിരെയും വിമർശനം ഉയരുന്നുണ്ട്. കരച്ചിൽ ഉറക്കം വലിയുള്ള സീനുകളിൽ ഹെവി മേക്കപ്പിന്റെയും പട്ടുസാരിയുടെയും ആവശ്യമുണ്ടോ എന്നാണ് സീരിയൽ വിമർശകർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ എന്ത് നല്ല സാരിയാണ് കുട്ടി ഉടുത്തിരിക്കുന്നത്, എന്ത് നല്ല ആഭരണങ്ങളാണ് എന്നുള്ള തരത്തിലെ കമന്റ്സുകളാണ് ലഭിക്കാറുള്ളതെന്നാണ് ബീന ആന്റണി പറയാറുള്ളത്. തങ്ങളുടെ അത്തരത്തിലുള്ള വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് സീരിയൽ താരം സംഗീത ശിവനും പറയുന്നു. സാധാരണക്കാരന്റെ ലൈഫ് മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതിയോ? സാധാരണക്കാരന്റെ ലൈഫ് കാണേണ്ടവർ ഉപ്പും മുളകും കണ്ടോളൂ. അത് മാത്രമല്ലല്ലോ, അംബാനിയെ പോലെയുള്ളവരുടെ വീടുകളും ഉണ്ടല്ലോ. ഞാൻ അഭിനയിച്ച പഴയ സീരിയലുകളിൽ അധികം ആഭരണങ്ങൾ ധരിക്കുകയോ പട്ടുസാരി ഉടുക്കുകയോ ചെയ്തിട്ടില്ല. ആർക്കാണല്ലെങ്കിലും ഇതെല്ലാം കെട്ടിത്തൂക്കി നടക്കാൻ താല്പര്യം? ക്യാരക്ടറിനനുസരിച്ചാണ് വേഷങ്ങൾ ധരിക്കുന്നതും ഒരുങ്ങുന്നതും. പിന്നെ കാലഘട്ടം മാറിയല്ലോ. ഹിന്ദി ചാനലുകളിലെ സീരിയലുകൾ കണ്ടിട്ടില്ലേ? ആ സീരിയലുകളെ പോലെ മലയാളത്തിലും ആർട്ടിസ്റ്റുകൾ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. വേറെ എന്തും ഏത് അതാണ് അവന്റെ ഏറ്റവും വലിയ സങ്കടം. മനസ്സിലായില്ലേ? ഇത്രയും കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ട് റോൾ നമ്പർ 1 to 3 അനങ്ങിയിട്ടില്ല. 1 2 3 അതിന്റെ അവസ്ഥ. നല്ല ഓമലത്തോളുള്ള പേരാ. ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ അത് സങ്കടം. കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ അടിയായിട്ട് ഇറങ്ങി ഇവിടെ ഒരുമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട്. ഓക്കെ, 10th റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറയും ശങ്കര് പറ. നമുക്ക് സ്കിപ്പ് ചെയ്താലോ ഈ സെഗ്മെന്റ്? ചേച്ചി കണ്ണടച്ചിരിക്കുക. ശങ്കര് പറഞ്ഞ ഞാൻ പറയുന്നില്ല എന്നൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഫുൾ A+ ഒക്കെ ഭയങ്കരമായിട്ട്. കാരണം അവൻ എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പക്ഷെ ഭയങ്കര ഉഴപ്പന. എന്നിട്ട് ഞാൻ അതിൻ്റെ പേരിൽ നന്നായിട്ട് എഴുതി വിചാരിച്ച് അവനെ ഞാൻ ദുബായിൽ കറക്കാൻ കൊണ്ടുപോയി ഒക്കെ ചെയ്തു. തിരിച്ചു വന്നപ്പോൾ എത്ര 85% അവൻ മാക്സിമം മേടിച്ചത്. 85. എന്ത് പറ്റി ശങ്കുരു? പഠിച്ചില്ലേ? നമുക്ക് ഈ ഒരു ചോദ്യം അങ്ങോട്ട് ഈ ചോദ്യം വേണ്ട. ഞാൻ മൂഡ് ഔട്ട് ആവും. അപ്പൊ ചേച്ചി എങ്ങനെയാ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ടോ? പണിഷ്മെന്റ് എനിക്കൊക്കെ ദേഷ്യം ഒരു പിച്ചൊക്കെ കൊടുക്കും. പിന്നെ നല്ലത് കിട്ടില്ലല്ലോ ഇപ്പൊ. അവനെ തൊടാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ. പണ്ടൊക്കെ
അല്ല എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഈ പഴയ കഥ എന്ന് പറയാം അതുപോലെ തന്നെയാണോ ബീൻ ചേച്ചി? ഞങ്ങള് പണ്ട് അങ്ങനെയായിരുന്നു അതൊക്കെ ഉണ്ട് ഇങ്ങനെയായിരുന്നു. അത് രണ്ടുപേർക്കും ഉണ്ട്. ആ. അല്ല എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാ. പണ്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. വെള്ളത്തിലോ? അല്ല നീന്തി. പോടാ കഷ്ടപ്പാടായിരുന്നു. നീ എവിടുന്ന് വന്നു? നീ ഏത് കളി കഷ്ടപ്പാടായിരുന്നു പണ്ട് പോട ജീവിതം. ചക്ക അവിടെ നിന്ന് വെറുതെ എന്തൊക്കെയോ എന്താണ് ആരാണ് കൂടുതൽ സ്ട്രിക്റ്റ് ആരാ, അച്ഛനാണോ അമ്മയാണോ? അഫ്കോഴ്സ് അമ്മ. And the award goes to ഭയങ്കരയാണ്. അല്ല വേറൊരു കാര്യമുണ്ട്, ഇവര് അച്ഛനും മോനും ഉണ്ടല്ലോ, പപ്പ ഭയങ്കര എന്താ വെച്ചിട്ട് വെറുതെ ഡയലോഗ് അടിക്കല് മാത്രമേ ഉള്ളൂ, ഒരു സ്ട്രിക്റ്റും അല്ല. അതുകൊണ്ട് അറിയാമോ ഇവൻ അതെല്ലാം മുതലെടുക്കും, മനസ്സിലായില്ലേ? അല്ല ഒരാളെന്ന് വെച്ചാ ഈ പപ്പയ്ക്കെന്ന് വെച്ചാൽ പപ്പയുടെ ചെറുപ്പകാലത്ത് ഒരുപാട് പുള്ളിയുടെ പുള്ളിയുടെ അച്ഛൻ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, മീൻസ് മിലിറ്ററി ആണ്, എക്സ് മിലിറ്ററി ആണ്. അപ്പൊ അത് കാരണം പുള്ളി എന്ത് ഇവന് ഒരുപാട് കുറെ എൻ്റെ മോന് അങ്ങനെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഇവിടെ ഇത് കൊടുക്കും. അപ്പൊ ഇവൻ അതെല്ലാം മുതലെടുക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഒരാളെങ്കിലും ഞാനെങ്കിൽ ഇത്തിരി, പക്ഷെ ഇവൻ ഒരു നിനക്ക് എന്തെങ്കിലും ഒരു പെർമിഷൻ തരാതിരിക്കാറുണ്ടോ? എന്തിനും അവൻ പോവും, എല്ലാത്തിനും അവൻ പോവും. പക്ഷെ എന്നിട്ട് പറയുമ്പോ നമ്മളിപ്പോ പോയിട്ട് ഒരു 10 മണിക്ക് വരുന്ന പറഞ്ഞാൽ അവൻ വൈകുന്നേരം 5 മണിക്ക് വരും. അതാണ് അവന്റെ. അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കില്ലേ? കുറച്ച് ലേറ്റ് 10 മണി പറഞ്ഞ 5 മണിക്കാണോ? അല്ല അത് ചുമ്മാ അത് ഇങ്ങനെ ഇതില്ലേ പറഞ്ഞ കൂട്ടത്തിൽ സമയം കൂടി സത്യം പറയാം, എന്തെങ്കിലും നീ കറക്റ്റ് ടൈം അല്ല, പക്ഷെ ഒരു 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടില്ല, അങ്ങോട്ട്. അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കും അല്ലെ. നമ്മളൊരു എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ടൈം എപ്പോ നോക്കിയാലും അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ്. അപ്പൊ എനിക്ക് ഒന്നാമത്തെ എനിക്ക് ഇത്തിരി ദേഷ്യം ഇത്തിരി കൂടുതലാണ്, ഇപ്പൊ കുറച്ച് ദേഷ്യം കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവൻ ഒന്നും കൂടി എന്നെ ഭ്രാന്താക്കും. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ ഞങ്ങള് റീൽസ് എടുക്കും, അപ്പൊ തന്നെ റീൽസ് എടുക്കും ഞങ്ങൾ. അതൊക്കെ അപ്പൊ തന്നെ മാറും, കാരണം അവന് വേറൊരു വഴിയില്ലല്ലോ, അവന് തിന്നാനുണ്ടാക്കി കൊടുക്കണം ഞാന്. ഫുഡ് വേണമല്ലോ, ഫുഡ് അടിക്കണമല്ലോ. അപ്പൊ അതൊക്കെ പിന്നെ ഞാൻ വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വാശിയൊക്കെ ഉണ്ടോ? കിണ്ടി അവനൊന്നുമില്ല, അവനൊന്നുമില്ല, അതൊന്നുമില്ല. കുറച്ചേരം കുറെ വാ വിളിച്ച് ഇങ്ങനെ കരയൊക്കെ ചെയ്യും, അതോടെ നിർത്തും. കരയൊന്നുമില്ല, ഒക്കെ പോവാണെങ്കിലേ ഉള്ളൂ. ഒന്നുമില്ല, ഭയങ്കര അഭിനയമൊക്കെ അഭിനയിച്ചോളി, കരഞ്ഞ് അഭിനയം കാണുമ്പോ നമുക്കറിയൂലേ. ഇവനെ എന്റെ എല്ലാം മോനെ അറിയാലോ എന്റെ അഭിനയം. അതൊന്നും കാണുമ്പോ ഇപ്പൊ നമുക്ക് ഒരു സങ്കടവും വരുന്നില്ല, സത്യം പറഞ്ഞു. ഓ പിന്നെ ഇവന്റെ കരച്ചിൽ കൊണ്ട് ഞാനങ്ങ് സെന്റിമെന്റ്സ് അടിക്കാൻ പോണല്ലേ. ചേച്ചി കൊറേ കുക്കറി ഷോസ് ഒക്കെ ഒരുപാട് സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരുമല്ലോ. അത് യൂട്യൂബൊക്കെ നോക്കിട്ട് ഫുൾ യൂട്യൂബുകള് റീൽസിൽ ഇങ്ങനെ കാണും. അപ്പൊ ഓരോന്നൊക്കെ അയച്ചു തരും, എന്നിട്ട് ഇത് നോക്കിയടാ, നാളെ ഞാൻ നിനക്ക് സ്കൂളിൽ പോകുമ്പോ അത് ഉണ്ടാക്കി തരാം. അങ്ങനെ കൊറേയൊക്കെ പരീക്ഷിക്കും, കുറെ സാധനങ്ങളൊക്കെ പരീക്ഷണങ്ങളാണ്. എന്താ അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അങ്ങനെയില്ല, ഇപ്പൊ എന്നാലും എപ്പോഴും ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ നീ എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുമ്പോ എല്ലാരും ഭയങ്കര എന്താണ് അത് മറ്റേ ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട്, അതിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ് പറഞ്ഞ വേറെ സാധനം ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു, ജാപ്പനീസ് ടൈപ്പ്, എന്താ ജപ്പാൻ ചിക്കനാ, ചേച്ചി കേരളത്തിലൊന്നല്ല അല്ല കൊറേയൊക്കെ പരീക്ഷിക്കും ഞാൻ. ജപ്പാൻ ചിക്കൻ നമ്മുടെ അത് വന്നിട്ട് അല്ല അതല്ല, സ്കൂളില് ഫ്രൈഡ് റൈസ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കേ, എഗ് ഫ്രൈഡ് റൈസ്. അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ എത്ര ടേസ്റ്റ് ആണ്. ചോദിക്കും ഇങ്ങനെ, ഇപ്പൊ ഏതുകൊണ്ടോ പുറത്തുനിന്ന് കഴിച്ചാൽ അമ്മ ഉണ്ടാക്കി. ഓ അമ്മ ഉണ്ടാക്കി തന്നാണോ? അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര അവന് ഇഷ്ടമാണെന്ന് പറയും. നല്ല ആളെ ട്രൈ ചെയ്യാറുണ്ടോ ഇവനോ? എന്താ ഇപ്പൊ ചോദിച്ചത്? ഉണ്ടാക്കാറുണ്ടോന്നോ? അവനൊരു ചായ കുടിച്ച ഗ്ലാസ് ഇത് ഇങ്ങനെ എടുത്ത് വെക്കാന്നല്ലാതെ അതെടുത്തൊന്നും അപ്പുറത്തേക്ക് എന്റെ പൊന്നുമോൻ വെക്കത്തില്ല. അയ്യോ, കാരണം ഫുൾ ടൈം ഇതിൽ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കും, ഞാൻ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അതിങ്ങനെ വെച്ച് തിന്നും, അവിടെ തന്നെ ഇങ്ങനെ വെക്കും. ആ ടേബിളിന്റെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കില്ല. പാത്രം കഴുകും പറഞ്ഞ്. ആര്, നീയോ? എന്റെ കണ്ണ, എന്തിനാ കണ്ണ ഇങ്ങനെ നോണ പറയാ? കഴുകാറുണ്ട്. എന്ന് ഞാൻ കഴുകാറില്ലേ? ഏത്
കഴുകാറുണ്ട്. ഇന്ന ഡേറ്റ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു. അല്ല നീ എന്തെങ്കിലും ഒരു ദിവസം ചായ കുടിച്ച ഗ്ലാസ് കഴുകും. ഇന്നും കൂടെ ഞാൻ രാവിലെ ചീത്ത പറഞ്ഞേടാ, ആ ചായ കുടിച്ച ഗ്ലാസ് ഒന്നെടുത്ത ടേബിളിലേക്ക് വെച്ചിടും. വെച്ചാ മതി. അതൊന്നും മനു പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമൊക്കെ പറഞ്ഞാലൊക്കെ എനിക്കിപ്പോൾ ഇന്നലെ കൈ മുറിഞ്ഞു, 2 സ്ഥലത്ത് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നീറ്റിലായിരുന്നു. 2 ദിവസമായപ്പോഴേക്കും എനിക്കിങ്ങനെ പൊറുക്കാതായപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, മനു ഞാൻ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് ഒന്ന് കഴുകി വെച്ചേക്കണം. മനു ഇന്നലെ രാത്രി വന്നിട്ട് പുള്ളി പിന്നെ സൗകര്യത്തിനൊക്കെ വരുള്ളൂ, എന്നാലും വന്നിട്ട് എല്ലാം കഴുകിയൊക്കെ വന്ന് പറഞ്ഞാൽ ചെയ്യും. അല്ലാണ്ട് 2 എണ്ണം ഒരു രക്ഷയില്ല. ഞാൻ കഴുകാറൊക്കെ ഉണ്ട്. കണ്ണാന്തിനാണ് നോണ പറയണ, എന്തിനാ കണ്ണ ഉള്ള കാര്യം പറഞ്ഞ പോലെ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ. എന്റെ പൊന്നു പോലും ഒരു അപ്പൊ എന്ത് ചെയ്യണം, ഇന്നോട്ട് ഇനി കുടിച്ച ചായ ഗ്ലാസ് അങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ട് ഇന്ന് മുതൽ. അപ്പൊ ഇനി ഞാൻ കഴുകൂലട്ടാ, ഞാൻ ഇനി അവിടെ വെക്കത്തേ ഉള്ളൂ. ചേച്ചിക്ക് അറിയാൻ കഴിയില്ല, എടുത്ത് വെച്ചാലെങ്കിലും മതി. അതെ, അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്ത് ടേബിളിൽ നിന്ന് അങ്ങോട്ട് അല്ല താഴ്ത്തുന്നിടത്ത് മാറ്റിയെങ്കിലും വെച്ചാൽ മതി. വെച്ചോളാം. കല്യാണം കഴിച്ച് പെണ്ണുമ്പിള്ള വരുമ്പോ ഇതൊക്കെ ചെയ്യുമോന്ന് എനിക്കൊന്ന് കാണണം. അന്ന് ഞാനൊന്ന് നോക്കും, ഇതൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ. ഞാൻ അങ്ങനെ ഇരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഇപ്പോഴും എനിക്ക് അമ്മയുണ്ടല്ലോ. വടാ പോവാ ഞാൻ അപ്പോഴും നിനക്ക് ഞാന് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ വിളിക്കാം നിന്നെ, മനസ്സിലായില്ലേ? പോലെ അല്ല, എല്ലാരും ഈക്വൽ ആയിട്ട് ജോലി ചെയ്തു. ആര് കുക്ക് ചെയ്യണമെങ്കിൽ ഭർത്താവ് പാത്രം അങ്ങനെയൊക്കെ ചെയ്യണം. ചെയ്തോളൂ ചേച്ചി. ഒറ്റയ്ക്ക് പോയി നിക്കുമ്പോ ആള് ചെയ്ത് തുടങ്ങിക്കോളും. ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരിക്കണത്. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇപ്പൊ യൂട്യൂബ് ചാനല് മനൂസ് വിഷനിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. നമ്മളെന്നല്ലേ മനൂസ് വിഷൻ വേറെ